മക്കൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ 1-ാം ക്ലാസ്സിലേക്ക് മകൾക്ക് പ്രവേശനം തേടിയ ഒരു അച്ഛൻ പങ്കുവെച്ച ഫീസ് ഘടന കണ്ടാൽ ആരും ഒന്ന് ഞെട്ടിപ്പോകും. ഒരു വർഷത്തേക്കുള്ള ആകെ ഫീസ് ഏകദേശം 4.27 ലക്ഷം രൂപ. വർഷം 20 ലക്ഷം രൂപ വരുമാനമുണ്ടായാലും ഈ ഫീസ് നിരക്ക് താങ്ങാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. നല്ല വിദ്യാഭ്യാസം എന്നത് ഇന്ന് ആഡംബരമാണ്, മധ്യവർഗത്തിന് താങ്ങാൻ കഴിയാത്തതുമാണ് എന്ന കുറിപ്പോടെ ജയ്പൂരിലെ ഒരു സ്കൂളിലെ 1-ാം ക്ലാസ്സിലെ ഒരു വർഷത്തെ ഫീസ് ഘടന ഋഷഭ് ജെയിൻ എന്നയാളാണ് പങ്കുവച്ചത്. മകളെ അടുത്ത വർഷം 1-ാം ക്ലാസ്സിൽ ചേർക്കണം. നഗരത്തിലെ സ്കൂളുകളിലൊന്നിലെ ഫീസ് നിരക്കാണിത്. മറ്റ് സ്കൂളുകളിലും സമാന സ്ഥിതിയാണെന്നും ജെയിൻ കുറിക്കുകയുണ്ടായി. രജിസ്ട്രേഷൻ ചാർജ് 2000 രൂപ, പ്രവേശന ഫീസ് 40,000, കോഷൻ ഡെപ്പോസിറ്റ് 5000, വാർഷിക സ്കൂൾ ഫീസ് 2,52,000, ബസ് ചാർജ് 1,80,000, പുസ്തകങ്ങളും യൂണിഫോമും 20,000. ആകെ ഫീസ് പ്രതിവർഷം 4,27,000 രൂപ. വരുമാനത്തിന്റെ 50% ആദായ നികുതി, GST, പെട്രോളിന്മേലുള്ള വാറ്റ്, റോഡ് ടാക്സ്, ടോൾ ടാക്സ്, പ്രൊഫഷണൽ ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻ, ലാൻഡ് രജിസ്ട്രേഷൻ ചാർജുകൾ എന്നിവയുടെ രൂപത്തിൽ സർക്കാർ തട്ടിയെടുക്കുന്നുവെന്ന് ജെയിൻ കുറിച്ചു. ആരോഗ്യ ഇൻഷുറൻസ്, PF, NPS എന്നിവയിലേക്കും പോകും. സർക്കാർ പദ്ധതികൾക്ക് നിങ്ങൾക്ക് യോഗ്യരല്ല. സമ്പന്നരെ പോലെ സൗജന്യങ്ങളോ ലോൺ എഴുതിത്തള്ളലോ ഉണ്ടാവില്ല. ബാക്കിയുള്ള 10 ലക്ഷം ഭക്ഷണം, വസ്ത്രം, വാടക, EMI എന്നിവയ്ക്കായി ചെലവഴിക്കുകയും കുറച്ച് സമ്പാദിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ 2 കുട്ടികളുടെ സ്കൂൾ ഫീസ് അടയ്ക്കാം. ഏത് വേണമെന്ന് തീരുമാനിക്കൂ എന്നും ജെയിൻ കുറിക്കുന്നു. സമൂഹ മാധ്യമമായ എക്സിലൂടെ പങ്കുവച്ച ഈ കുറിപ്പ് ഇതിനകം 1.5 മില്യൺ പേർ കണ്ടു കഴിഞ്ഞു. നിരവധി പേർ കമന്റുമായി എത്തുകയും ചെയ്തു. ചിലർ സ്കൂൾ ഫീസിനെ കുറിച്ചുള്ള അച്ഛന്റെ ആശങ്കകൾക്കൊപ്പം നിന്നപ്പോൾ മറ്റു ചിലർ വിമർശനവുമായി രംഗത്തെത്തി. സർക്കാർ ഭൂമിയും മറ്റു സൗകര്യങ്ങളും സബ്സിഡി നിരക്കിൽ നൽകുന്നതിനാൽ ഇന്ത്യയിലെ സ്കൂളുകൾ ലാഭരഹിതമായി മാത്രമേ പ്രവർത്തിപ്പിക്കാൻ കഴിയൂ എന്നതാണ് ഇതിലെ വിരോധാഭാസമെന്ന് ഒരാൾ കുറിച്ചു. എന്നിട്ടും രക്ഷിതാക്കൾ അത്തരം സ്കൂളുകളിൽ മക്കളുടെ പ്രവേശനം തേടുന്നത് സ്റ്റാറ്റസ് സിലമ്പായതുകൊണ്ടാണ്. അതിനാൽ അവരിൽ ഭൂരിഭാഗവും അന്യായമായ ഫീസ് ഘടന അംഗീകരിക്കുന്നു. 12 വർഷത്തെ വിദ്യാഭ്യാസത്തിന് 1 കോടിയിലേറെ ചിലവഴിക്കേണ്ട സ്ഥിതിയാണ് മറ്റൊരാൾ കുറിച്ചത്. ഇടത്തരക്കാർക്ക് ഇത്രയും ഉയർന്ന ഫീസ് താങ്ങാനാവില്ല. ഇതൊരു ഗുരുതരമായ പ്രശ്നമാണെന്നും ചിലർ അഭിപ്രായപ്പെട്ടു. ലക്ഷറി സ്കൂൾ തിരഞ്ഞെടുക്കുന്നതാണ് പ്രശ്നമെന്നും അല്ലെങ്കിൽ പ്രതിമാസം 10,000 രൂപയെ ഫീസിൽ വരികയുള്ളെന്നും മറ്റൊരു കമന്റ് പറഞ്ഞു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഒരിക്കലും ആഡംബരമാകരുത്, അത് അടിസ്ഥാന അവകാശമാണെന്ന് മറ്റൊരാൾ കുറിച്ചു. ഉയർന്ന ഫീസ് എന്നാൽ എപ്പോഴും നല്ല